നമസ്കാരം. ഭൂമിക മാസികയിൽ വന്ന ഞാൻ എഴുതിയൊരു കവിത വായിക്കാം. ഭാണ്ഡം എന്നാണ് കവിതയുടെ പേര്. തനുവെ മനസ്സിനെ ആത്മാവിനെ ക്രൂരമായി ഞെരിച്ചിടുന്നിതെത്ര നാളായി. അതായത് തനുവെ ശരീരത്തെ, മനസ്സിനെയും ആത്മാവിനെയും ക്രൂരമായിട്ട് എത്ര നാളുകളായി ഞെരിച്ചിടുന്നു എന്താണെന്നുള്ളത് അവസാനമാണ് പറയാം. ഈ ഭാരം എന്നിലേൽപ്പിക്കുന്ന വേദന സഹിയാൻ പെടാപ്പാടുപെട്ടിടുന്നു ഞാൻ. ഈ ഭാരം എന്നിലേൽപ്പിക്കുന്ന വേദന സഹിക്കാനായി ഞാൻ പെടാപ്പാടുപെടുകയാണ്. അറിയാം ഇതാണെന്നെ നോവിപ്പതെന്ന്, ഭീമമാം ചങ്ങലകളാൽ എന്നെ ബന്ധിപ്പതെന്ന്. എന്നെ വേദനിപ്പിക്കുന്നത് ഇതാണെന്ന് എനിക്കറിയാം. ഭീമമായ ചങ്ങലകളാൽ എന്നെ ബന്ധിക്കുന്നത് ഇതാണെന്ന് എനിക്കറിയാം. എനിക്ക് മീൻസ് ഏതൊരാൾക്കും. ഓക്കെ. ഓർമ്മതൻ നൂലിനാൽ ശക്തമായി കോർത്തൊരി രാഗദ്വേഷ ക്രോധ സമ്മിശ്രമാം ഭാണ്ഡം. ഓർമ്മയുടെ നൂല് ചുമയുണ്ട് കുറച്ച്. ഓർമ്മയുടെ നൂല് കൊണ്ട് ശക്തമായിട്ട് കോർത്ത രാഗദ്വേഷ സമ്മിശ്രമായ ഈ ഭാണ്ഡം. എന്നിട്ടും എന്തേ ഞാൻ താഴെ വയ്ക്കുന്നില്ല, എന്തിനായി വെറുതെ തോളിൽ ചുമക്കുന്നു. എനിക്കറിയാം ഇതാണ് എൻ്റെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ നോവിപ്പിക്കുന്നതെന്ന്, ഇത് എന്നിൽ വേദന ഏൽപ്പിക്കുന്നുണ്ടെന്ന്, ഇത് ചങ്ങലകളാൽ എന്നെ ബന്ധിപ്പിക്കുന്നുണ്ടെന്ന്. ഇതൊക്കെ അറിയാമെങ്കിലും ഞാൻ എന്തുകൊണ്ട് ഇത് താഴെ വയ്ക്കുന്നില്ല? എന്തിനാണ് ഞാൻ വെറുതെ ഇതിൻ്റെ തോളിൽ ചുമക്കുന്നത്? ചങ്ങലകൾ സ്വയമേവ തീർത്തിട്ട് അതിൽ നിന്നു രക്ഷപ്പെടാനായി പിടയുന്ന വിധിയോ ഞാൻ. സ്വയം ചങ്ങലകൾ തീർത്ത് അതുകൊണ്ട് സ്വയം ബന്ധിച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പിടയുന്ന ഒരു വിധിയാണോ ഞാൻ? മറ്റാരോ എന്നെ ബന്ധിക്കുന്നു എന്ന പോലെ. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ തന്നെയാണ് എന്നെ ബന്ധിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനായി ഞാൻ തന്നെ പിടയുന്നു. അത്തരത്തിലൊരു വിധിയാണോ ഞാൻ? മറ്റാർക്കുമാവില്ല രക്ഷിച്ചിടാനായി അവനവൻ കരുതിയാൽ മോചനം സാധ്യമാകും. ഞാൻ തന്നെയാണ് ബന്ധിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് രക്ഷപ്പെടുത്താനും എനിക്ക് മാത്രമേ കഴിയുള്ളൂ, മറ്റാർക്കും കഴിയില്ല. ആത്മസ്നേഹത്താൽ തന്നെത്താൻ വെടിയുക. അവനവനോടുള്ള സ്നേഹം കൊണ്ട് സ്വയം വെടിയുക. എന്ത്? ഇനി അവസാനത്തെ വരിയിലാണ് എന്തിനെക്കുറിച്ചാണ് ഈ പറഞ്ഞതെന്ന് പറയണേ. ഭൂതകാലമാം ഈ ഭാണ്ഡത്തെ ഇനിയെങ്കിലും. ഭൂതകാലത്തിൽ നിന്നുള്ള വേദനകൾ, വൈരാഗ്യങ്ങൾ, വെറുപ്പുകൾ, പകകൾ, ദ്വേഷങ്ങൾ, അനുഭവങ്ങളുടെ തിക്തമായ ചില ഓർമ്മകൾ, ഇവയൊക്കെ നമ്മൾ കൊണ്ടു നടക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ ഒരു ഭാണ്ഡത്തിൽ കെട്ടി നമ്മളിത് കൊണ്ടു നടക്കുകയാണ്. നമ്മൾ അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം. ഒരേ തെറ്റ് ആവർത്തിക്കരുത്, അതൊക്കെ. പക്ഷേ അനുഭവങ്ങൾ നൽകിയ ദേഷ്യം, പക, വെറുപ്പ്, അതുണ്ടാക്കിയ ആളുകളോടുള്ള ഒരു പ്രതികാരം ചെയ്യാനുള്ള ഒരു മനോഭാവം, അവയെല്ലാം ശരിക്കും നമ്മളെ തന്നെയാണ് വേദനിപ്പിക്കുന്നത്. ഈ ഒരു നെഗറ്റീവ് ഇമോഷൻസ് നമ്മളൊരു ഭാണ്ഡത്തിൽ കെട്ടി കൊണ്ടു നടന്നാൽ സാധാരണ ഭാണ്ഡം പോലെ തന്നെ അതിൻ്റെ ഭാരം നമ്മുടെ ചുമലുകളിൽ തന്നെയാണ് വരിക. ഏതൊരു കാര്യം നമ്മൾ ചുമക്കുകയാണെങ്കിൽ നമ്മുടെ തോളുകൾക്കാണ് ആ ഭാരം വരിക. അപ്പോൾ നമ്മളിത് സ്വയം ചുമന്നുകൊണ്ട് നടക്കുകയാണ്. പിന്നെ വളരെ മോശം ചീഞ്ഞളിഞ്ഞ സാധനങ്ങൾ നമ്മളെ തോളത്തൊരു ഭാണ്ഡക്കെട്ടിൽ വെച്ചു നോക്കാം. അതിൻ്റെ ദുർഗന്ധം, അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകൾ, ഈച്ച വരുന്നതും എല്ലാ പ്രശ്നങ്ങളും നമ്മൾ തന്നെയാണ് സഹിക്കേണ്ടി വരിക. അപ്പോൾ അതുപോലെയാണ് ഈ ഭൂതകാലത്ത് നിന്നുള്ള ഈ പകയുടെയും ദ്വേഷത്തിൻ്റെയും ഒക്കെ അനുഭവങ്ങളെ, ഓർമ്മകളെ ഭാണ്ഡത്തിലാക്കി സ്വയം കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതും അതുപോലെയാണ്. ഇത് നമുക്ക് പ്രത്യക്ഷത്തിൽ അറിയാമെന്ന് തോന്നുമെങ്കിലും നമ്മൾ എത്രയോ പേര് ഇത് ചെയ്യുന്നുണ്ടെന്നുള്ള സത്യസന്ധമായിട്ട് സ്വയം ആലോചിച്ച് നോക്കൂ. ഈ പകയും ദ്വേഷവും ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, ആത്മാവിനെ നോവിപ്പിക്കുന്നത്, ക്രൂരമായി ഞെരിക്കുന്നത്, വേദനിപ്പിക്കുന്നത്, പിന്നെ ചങ്ങലകളാൽ ബന്ധിക്കുന്നത്. നമ്മൾ ഇതൊന്നും മറന്നു പോവാതെ ഓർമ്മയാകുന്ന നൂലിൽ നമ്മൾ കോർത്തിരിക്കുകയാണ്. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഞാനൊന്നും മറക്കില്ല, ഒന്നും മറന്നിട്ടില്ല ഞാൻ. പക്ഷേ ഇത് ശരിക്കും നമ്മളെ വേദനിപ്പിക്കുന്ന, നമുക്ക് ദുർഗന്ധവും ഒരുപാട് നോവ് നൽകുന്ന കാര്യങ്ങളെ ഓർമ്മ കൊണ്ട് കോർത്ത് കെട്ടി ഇടയ്ക്കിടയ്ക്ക് അത് ഓർത്തും പറഞ്ഞും റീൻഫോഴ്സ് ചെയ്തും സ്വയം നമ്മൾ സഹിക്കുകയാണ്. വി ഹാവ് ടു മൂവ് ഓൺ. അഗൈൻ ഐ റിപ്പീറ്റ്, നമ്മൾ അനുഭവങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ വിട്ട് കളയണമെന്നല്ല, പക്ഷേ അത് അതേപടി കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. അത് കൊണ്ടു നടന്നാൽ നമ്മുടെ ഇന്നത്തെ ജീവിതമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഇതൊരു ഒബ്വിയസ് ആയ കാര്യമാണ്. ഇത് പറയേണ്ടതുണ്ടോ എന്ന് തോന്നാം. പക്ഷെ നമ്മുടെ ചുറ്റും നോക്കൂ, ഏതൊക്കെയോ കാലത്ത് ജീവിച്ചിരിക്കുന്ന പോലും ഇല്ലാത്ത ആളുകൾ നമ്മളോട് ചെയ്ത കാര്യങ്ങൾ, അതിലെ പ്രശ്നങ്ങൾ, അതൊക്കെയാണ് നമ്മൾ പലപ്പോഴും കൊണ്ടു നടന്ന് ഇത് ഇടയ്ക്കിടയ്ക്ക് പല രീതിയിൽ റീൻഫോഴ്സ് ചെയ്ത് സ്വയം അതുകൊണ്ട് അനുഭവിക്കുന്നത്. വെറുതെ അഡ്രിനാലിൻ കത്തിച്ച് കളയുന്നത്. അവർ ചെയ്ത് ശരിയാണെന്ന് ഒരിക്കലും ഇതിന് അഭിപ്രായമില്ല. അവർ പലതും ചെയ്തത്, എല്ലാം ഞാൻ പറയില്ല, ചിലപ്പോൾ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ടാവാം. ചില കാര്യങ്ങളിലെങ്കിലും ബാക്കിയുള്ളവർ ചെയ്ത് തെറ്റായിരിക്കാം, ഷുവർ. അതിനെ ഒരു കാരണവശാലും ഞാൻ ന്യായീകരിക്കില്ല. വിധിയാണ്, അതാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞ് തെറ്റിനെ ന്യായീകരിക്കുന്ന പരിപാടി എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ഒരിക്കലും തെറ്റിനെ ന്യായീകരിക്കില്ല. തെറ്റ് തന്നെയാണ്. പക്ഷേ നമ്മളത് കൊണ്ട് നടന്നതുകൊണ്ട് അവർക്കൊരു ദോഷം ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെയാണ് ദോഷം. അപ്പോൾ ഈ ഒരു എന്താ പറയുക, നാറുന്ന ഈ വിഴുപ്പ് ഭാണ്ഡം നമ്മൾ താഴെ വയ്ക്കുക. നമ്മൾ ഈ ഭാണ്ഡം കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. ചിലരത് കൊണ്ടു നടക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ ഭാണ്ഡത്തിന് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുകയും ചെയ്യും. നമ്മൾ ഈ വേസ്റ്റ് വലിച്ചെറിയുന്ന പോലെയാണത്. അപ്പോൾ നമ്മളിത് ചുമക്കുകയും വേണം, ഇതിൻ്റെ നാശമെല്ലാം നമ്മൾ സഹിക്കുകയും വേണം. പിന്നെ ബാക്കിയുള്ളവരെ നേരെ നമ്മളിത് വലിച്ചെറിയും. ബാക്കിയുള്ളവരെടുത്ത് ഇതിങ്ങനെ പറഞ്ഞു നടക്കുക. എന്തിനാണിത്?
അധികം പേരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം, എല്ലാവരും അവരവരുടെ തിരക്കുകളിലാണെന്നുള്ള വേറെ കാര്യം. സോ ചില കാര്യങ്ങൾ മറക്കണം. ഓർമ്മ ഒരു അനുഗ്രഹമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ മറവിയും ഒരു അനുഗ്രഹമാണ്. മറക്കേണ്ട കാര്യങ്ങൾ മറക്കണം, ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ ഓർമ്മിച്ചിരിക്കണം. ഇവ രണ്ടും തമ്മിൽ വിവേചിച്ചറിയാനുള്ള വിവേചനശേഷി അഥവാ പക്വത, ബുദ്ധി, ഇവയൊക്കെ നമുക്ക് വേണേന്. സോ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ശത്രു ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ ശത്രുക്കൾ ഉണ്ടാവില്ലേ നിങ്ങളെ ദ്രോഹിച്ചവർ. ആ പാഠങ്ങൾ പഠിക്കുക. ഇനി ഒരിക്കലും പറ്റിക്കപ്പെടാതിരിക്കുക. അവരുടെ ഒരു ഭ്രമണപഥത്തിൽ നമുക്ക് പോകണ്ടെന്നാണെങ്കിൽ പോവാതിരിക്കാം. അല്ലാതെ അവരെക്കുറിച്ച് ആലോചിച്ച് നമ്മുടെ ദിവസങ്ങൾ കളയാതിരിക്കൂ. നമ്മുടെ പ്രസൻറ്റ് വർത്തമാനകാലം നമ്മുടെ കൈയുടെ ഇടയിൽ കൂടി ചോർന്നു പോകുന്നത് നമ്മൾ പലപ്പോഴും അറിയില്ല. നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഈ ഭൂതകാലത്തിലും അതിൻ്റെ ഭാണ്ഡത്തിലും അത് ചുമക്കുന്നതിലും അത് വാരി വിതറുന്നതിലുമാണെങ്കിൽ നമ്മുടെ വർത്തമാനകാലം നമ്മുടെ കൈയുടെ ഇടയിൽ കൂടി പോകുന്നത് നമ്മൾ അറിയില്ല. നമ്മുടെ ഏറ്റവും നല്ല കാലമായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ കയ്യിലുള്ളത്. പക്ഷേ നമ്മുടെ മനസ്സും ചിന്തകളും വേറെ എവിടെയോ ആണ്. ആ മനസ്സിനെയും ചിന്തകളെയും ഇന്നത്തെ കാലത്തിലേക്ക് കൊണ്ടുവരും. There are people and events that deserve your attention and there are people and events that doesn't deserve your attention. നമ്മുടെ ശ്രദ്ധയോ എനർജിയോ സമയമോ ഊർജ്ജമോ സന്തോഷമോ ദുഃഖമോ ഒരു തരത്തിലുള്ള ഒരു വികാരങ്ങളും ഒരു രീതിയിലുള്ള എനർജിയും ഒരു രീതിയിലുള്ള ഇൻവോൾവ്മെൻറ്റും യാതൊരു വിധത്തിലും അർഹിക്കാത്ത ഒരുപാട് വ്യക്തികളും സംഭവങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഏതോ കാലത്തിൽ ചിലപ്പോൾ എനർജി സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവാം. ഇനി ഒരിക്കലും അതിനു വേണ്ടി നമ്മുടെ എനർജി സ്പെൻഡ് ചെയ്യാതിരിക്കും. അവർ എനർജി, അവർ ടൈം, അവർ ഹാപ്പിനെസ്, ഇറ്റ്സ് ടു പ്രഷ്യസ് ടു ബി സ്പെൻഡിങ് ഓൺ ദീസ് പീപ്പിൾ ആൻഡ് ദീസ് തിങ്സ്. സോ സ്വയം സഹിക്കാതിരിക്കും. നമ്മളാണ് ഇതുകൊണ്ട് സഹിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഭാണ്ഡം നമ്മൾ ചുമക്കുന്നുണ്ടോ എന്ന് സ്വയം നോക്കുക. മറ്റുള്ളവരിലേക്ക് നോക്കണേക്കാൾ മുമ്പ് സ്വയം നോക്കുക. ഈ ഭാണ്ഡം ചുമക്കുന്നുണ്ടെങ്കിൽ അത് താഴെ വയ്ക്കുക. അതിൽ ചീഞ്ഞെളിഞ്ഞ സാധനങ്ങളൊക്കെ മറവ് ചെയ്യുക. കൈ നന്നായിട്ട് വൃത്തിയായി കഴുകുക, ഒന്ന് കുളിക്കുക, ഒന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് ശുദ്ധമായ മനസ്സോടുകൂടി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി വർത്തമാനകാലം ആസ്വദിക്കുക, ഭാവിയിലേക്കും കൂടി നടക്കുക. ഈ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു കാര്യമാണ് ഞാൻ കവിതയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. ചിന്തിക്കൂ. താങ്ക് യു.